ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് നെല്ലിക്ക ഇട്ടിട്ടുണ്ട്, അതൊന്ന് ഉപ്പിലിടാം. അതിന് നമ്മൾ കഴുകി വാരിയെടുത്ത് ചെയ്യാം. വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കുറച്ച് നേരം ഇട്ടിട്ട് കേടൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കേടൊക്കെ കണ്ടിട്ടുണ്ട്. കഴുകി വാരി വൃത്തിയാക്കി വേറൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയണം. ഇതിനകത്തേക്ക് കുറച്ച് കുമ്പമുളക് നല്ല മൂത്ത് ഇങ്ങനെ ഏകദേശം ഒരു പഴുപ്പ് നിറവാകുന്നതാണ് ഈ ഏറ്റവും നല്ലത്. കാരണം ഇത് നല്ല എരിവ്. ആവശ്യത്തിനുള്ള കല്ലുപ്പ്, കല്ലുപ്പാണ് നല്ലത് പൊടിയുപ്പിനേക്കാളും. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കേടത് മാറ്റിയേക്കാം. രണ്ടെണ്ണം കേടത് മുളക് എടുത്ത് കളഞ്ഞ് കീറിയാണ് ഇടാൻ. ഭയങ്കര നീട്ടമായതുകൊണ്ടൊന്ന് കുറച്ചൊന്ന് മുറിച്ചിട്ടിടാം. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഈ മുളക് ഇങ്ങനെ ഇടേണ്ടത്. എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക്, പിന്നെ പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭയങ്കര ഇത് ഇച്ചിരി പിള്ളേർക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് മുളക് ഇടുക. ഈ മുളക് ഇതും കൂടെ അങ്ങ് പിടിച്ച് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ സംഭവം.
ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ നമുക്ക് നെല്ലിക്ക ഓരോന്ന് എടുക്കാൻ തുടങ്ങാം. പിന്നെ ഈ നെല്ലിക്ക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് തീരുമ്പം മുളക് എടുത്തിട്ടില്ലെങ്കിൽ ആ മുളക് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണങ്ങിയിട്ട് വറുത്താൽ അതിൻ്റെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒത്തിരി കാൽസ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ഗുണം ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തെ വെള്ളം എടുത്തിട്ട് നമുക്ക് കഞ്ഞിവെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഉപ്പിടും. കഞ്ഞിവെള്ളത്തിലൊക്കെ ഒഴിച്ച് കൂട്ടിയാൽ നല്ല ഇത് ഉപ്പ് നോക്കിയിട്ട് അത് കണക്കാക്കി ഇത് കഞ്ഞിവെള്ളത്തിലൊക്കെ ഒഴിച്ച് കൂട്ടിയാൽ നല്ല ക്ഷീണമൊക്കെ മാറും. അതുപോലെ ഇതിന് ഏറ്റവും എന്താണെന്ന് വെച്ചാൽ സോഡ ഒഴിച്ചിട്ട് ഇതിൻ്റെ ശകലം വെള്ളം ഒഴിച്ച് കുടിക്കുന്നത് ഭയങ്കര ടേസ്റ്റുമാണ്. പെട്ടെന്നെടുത്ത് അത് കുടിച്ചാക്കരുത്. കാരണം മുളകിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്യാസ് മൂക്കിക്കൂടെ വരും, തലമണ്ട വരെ കയറിപ്പോൾ. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. നെല്ലിക്കയുടെ മുകളിൽ വെള്ളം കിടക്കണം. വെറുതെ വെള്ളം ഒഴിച്ചിട്ടാൽ മതി, പച്ചവെള്ളം ഒഴിച്ചിട്ടാൽ മതി. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച, നേരത്തെ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ എടുക്കാൻ തുടങ്ങാം. എല്ലാം ഉപ്പും മുളകും എല്ലാം ഇതേ പിടിക്കും. അല്ലെ ഇച്ചിരി കുറച്ച് നാളും കൂടി ഇരുന്നാൽ നമുക്കൊരു 2 ആഴ്ച, അതിൽ കൂടുതലൊന്നും ഇരിക്കണ്ട. കാരണം ഒരുപാട് നാളിരിക്കും, ഒത്തിരി പഴയതായിട്ട്. അതിൽ നല്ലത് ഒരു നല്ല ടേസ്റ്റോടെ എടുക്കുന്നതാണ്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ട്. ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നതെന്ന് തോന്നുന്നു. 100-500 ആൾക്കാർ കാണുമ്പോൾ ഒരു ലൈക്കൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ്. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ, ടാറ്റ.